മുഖ്യമന്ത്രിയെ വിമർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവാണ് പിണറായി വിജയൻ. നവകേരള സദസ്സ് നാട്ടുകാരുടെ ചെലവിൽ സർക്കാർ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. നികുതി വെട്ടിപ്പ് തടയേണ്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിവ് നടത്തി. ഇത് വലിയ അഴിമതിയാണെന്നും വി ഡി സതീശൻ. നാട്ടുകാരുടെ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി പരിഹാസ്യമായി മുഖ്യമന്ത്രി നിൽക്കുകയാണ്. കേരളത്തിന്റെ ഖജനാവ് താഴിട്ട് പൂട്ടിയിട്ടാണ് ഇവർ 44 ദിവസം നടന്നത്. ആ ധനമന്ത്രിയെ പോലും തിരുവനന്തപുരത്തേക്ക് വിടാതെ കരുതൽ തടങ്കലിൽ വെച്ചിട്ടാണ് 44 ദിവസം, മന്ത്രിമാരെ കരുതൽ തടങ്കലിൽ വെച്ചിട്ടാണ് ഇവർ 44 ദിവസം പരിപാടി നടത്തിയത്. 44 ദിവസം മുമ്പ് ഈ പരിപാടി തുടങ്ങുമ്പോൾ ഇതൊരു അശ്ലീല നാടകമാണ്. ഇത് നാട്ടുകാരുടെ ചെലവിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. ഇത് കള്ളപ്പിരിവ് നടത്തി, വ്യാജപ്പിരിവ് നടത്തി, ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും ഭരണം ദുരുപയോഗിച്ചുകൊണ്ടും നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ്. ഈ വേദി ഉപയോഗിക്കാൻ പോകുന്നത് പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള പ്രചരണം നടത്താനാണ്. നമ്മൾ ഈ വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികളുണ്ട്. ഇടത് സഹയാത്രികൻ ശ്രീ ബി എൻ ഹസ്കർ, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ എന്നിവരാണ് നമ്മളോടൊപ്പം ചർച്ചയ്ക്ക് ചേരുന്നത്. ശ്രീ ബി എൻ ഹസ്കർ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞവസാനിപ്പിച്ചതുപോലെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പരാതി സർക്കാർ ജനങ്ങളുടെ ചെലവിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടുന്നു എന്നുള്ളതാണ്. ഈ ദിവസങ്ങൾ അത്രയും പൂർത്തിയായി നവകേരള സദസ്സ് അവസാനിക്കുമ്പോഴും അതേ പരാതി അതേ ആർജവത്തോടെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അല്ല, ഇതൊരു സർക്കാർ പരിപാടിയാണ് എന്ന് ജനത്തെയും പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ടല്ലോ. ജനാധിപത്യത്തിൽ ബോധിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നാണോ? മധു, 36 ദിവസം 136 നിയമസഭാ മണ്ഡലങ്ങൾ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ സമാപിച്ച നവകേരള സദസ്സ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഒരു പുതിയ മാതൃകയായിരുന്നു. ഒരു ജനകീയ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുമായി സംവദിക്കുക എന്ന അത്യപൂർവ കാഴ്ചയായിരുന്നു കേരളത്തിലുണ്ടായത്. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം, വിശിഷ്യ കോൺഗ്രസിന് സംഭവിച്ചത് അവർക്ക് കൂടി ലഭിക്കേണ്ടിയിരുന്ന അംഗീകാരം, അവരുടെ 41 MLA-മാർക്ക്, പ്രതിപക്ഷ MLA-മാർക്ക് ലഭിക്കേണ്ടിയിരുന്ന അംഗീകാരം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് വാസ്തവം. അവർ കൂടി ഇതിൽ പങ്കാളികളായിരുന്നു എങ്കിൽ, സർക്കാരിന്റെ പരിപാടി എന്ന നിലയിൽ അവർ കൂടി ഇതിൽ പങ്കാളികളായിരുന്നു എങ്കിൽ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന വലിയൊരു അംഗീകാരമാണ് സത്യത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടത്. കല്യാശ്ശേരിയിലെത്തിയപ്പോൾ സ്വാഭാവികമായും അവർ നവകേരള സദസ്സിന് ലഭിച്ച വലിയ ജനസ്വീകാര്യതയിൽ ഭയന്നുകൊണ്ട് അക്രമ പ്രവർത്തനങ്ങളിലേക്ക് തിരിയുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഏതു തരത്തിലും നവകേരള സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും 15,000 മുതൽ 25,000 ആളുകൾ തടിച്ചുകൂടി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കേൾക്കുന്ന അത്യപൂർവ കാഴ്ചയായിരുന്നു കേരളം കണ്ടത്. അതൊരു വലിയ അനുഭവമായിരുന്നു, അതൊരു വലിയ വിജയമായിരുന്നു. ആ വിജയത്തെ ഇകഴ്ത്തിക്കാട്ടുന്നതിനു വേണ്ടി ഇപ്പോൾ കണക്കുകളും മറ്റും ചോദിച്ചുകൊണ്ടാണ്. ഏതു ഘട്ടത്തിലാണെങ്കിലും കോൺഗ്രസ് ഇത്തരത്തിലാണ് പെരുമാറിയിട്ടുള്ളത്. കേരളത്തിന്റെ ചരിത്രത്തിലെ വലിയ നേട്ടങ്ങളോട് മുഖം തിരിഞ്ഞു നിന്ന മനോഭാവമാണ് കോൺഗ്രസിനുള്ളത്, കേരളത്തിലെ പ്രതിപക്ഷത്തിനുള്ളത്. ഒന്നാമതായി നമുക്കറിയാമല്ലോ, കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് ഒന്നാമത്തെ കേരള മന്ത്രിസഭാ സഭ EMSന്റെ നേതൃത്വത്തിലുള്ള ഭൂപരിഷ്കരണ നിയമമായിരുന്നു. ആ ഭൂപരിഷ്കരണ നിയമത്തെ നഖശിഖാന്തം എതിർത്തിരുന്നു അന്ന് കോൺഗ്രസ്. അതിനുശേഷം എത്രയെത്ര ജനകീയാസൂത്രണം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വികസന മാതൃകകൾക്കും വികസന പന്താവിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനങ്ങൾക്കും കണക്കുകളില്ല. ജനങ്ങൾക്കിടയിലേക്ക് വികസനം എത്തുന്നതിന്റെ ഏറ്റവും വലിയ മാതൃകയായിരുന്നു. അതിനെയും അവർ എതിർത്തു. എന്തിനേറെ സാക്ഷരതാ യജ്ഞം. കേരളം ലോകത്തിന് മുമ്പിൽ വലിയ ഗരിമയോടെ നിന്നതാണ് സാക്ഷരതാ യജ്ഞത്തിലൂടെ. ഒരു നിരക്ഷരൻ പോലും ഇല്ലാതെ കേരളം സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ആ സാക്ഷരതാ യജ്ഞത്തെയും ഇവർ എതിർത്തുകൊണ്ടേയിരുന്നു. ഇപ്പതായി നവകേരള സദസ്സ്. ഒടുവിൽ നവകേരള സദസ്സിനെ എതിർത്തത് കോൺഗ്രസിനുള്ളിലും അതുപോലെ UDF-നുള്ളിലും കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ അങ്ങനെ തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. നവകേരള സദസ്സിൽ പങ്കെടുക്കാതിരുന്നത് വഴി കോൺഗ്രസിന് ലഭിക്കേണ്ടിയിരുന്ന, പ്രതിപക്ഷത്തിന് ലഭിക്കേണ്ടിയിരുന്ന വലിയൊരു അവസരം, കേരളത്തിലെ ഈ 136 മണ്ഡലങ്ങളിലും കൃത്യമായി പ്രതിപക്ഷ നേതാവിന് കൂടി പങ്കെടുക്കാമായിരുന്നതായിരുന്നു നവകേരള സദസ്സ്. എന്തിനവർ ബഹിഷ്കരിച്ചു? എന്തിന് നവകേരള സദസ്സിൽ നിന്ന് കിട്ടുന്നത്? അതാണ് അതായത് ഈ നവകേരള സദസ്സിന്റെ വിജയം, അതിന്റെ ഖ്യാതി, അതിന്റെ ശോഭ, അതിനെ ഇടിച്ചു കാണിക്കാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ ഇതിന്റെ ഈ കണക്കൊക്കെ ചോദിക്കുന്നത്? കേരളീയത്തിന്റെ കണക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിച്ച സമയത്ത് ആ കണക്കൊക്കെ പുറത്തു വരും അതിന്റെ സമയത്ത് എന്ന് പറഞ്ഞു. പിന്നീട് വളരെ തുച്ഛമായ ഒരു ഭാഗത്തിന്റെ കണക്ക് മാത്രം പുറത്തു വന്നു കാണുകയും ചെയ്തു. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ കണക്കിന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ടുണ്ട്. അതെന്തിനാണ്? അതിലേക്ക് വരാം. എന്തായാലും ശ്രീ ഹസ്കർ
പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനൊക്കെ ഉള്ള അംഗീകാരത്തെക്കുറിച്ച് പറഞ്ഞു. എന്തായാലും തോമസ് ചാഴികാടനും ശൈലജ ടീച്ചർക്കൊക്കെ കൊടുത്ത അംഗീകാരമല്ലേ, ആ അംഗീകാരം വേണ്ട. ഒരു നിയോജക മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ സ്വാഗതം പറഞ്ഞപ്പോൾ ആ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞ ആ ചാഴികാടനെ അപമാനിച്ച് നാണം കെടുത്തിയ ഒരു ഒരു പരിപാടി നടത്തിയ മുഖ്യമന്ത്രിയുടെ അംഗീകാരം നിങ്ങൾ 4 മടക്കി കൈവച്ചോ എന്നത് കാര്യം. രണ്ടാമത്തെ കാര്യം, സാക്ഷരതാ യജ്ഞത്തെ എതിർത്തതാണ്. എന്നാ സാക്ഷരതാ യജ്ഞത്തെ എതിർത്തത്? ഹസ്കർ ഒന്ന് പറഞ്ഞേ, എവിടെയാ സാക്ഷരതാ യജ്ഞത്തിന് കോൺഗ്രസ് എതിർത്തത്? ജനകീയാസൂത്രത്തിന് ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവന്ന പഞ്ചായത്ത് രാജ് കൊണ്ടുവന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാ. വെറുതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ ഈ കിളി പോയ അവസ്ഥയിലാണോ ഇപ്പോഴത്തെ ഇതിൽ? പിന്നെ കണക്ക് ചോദിക്കുന്നു മാധു, നമ്മുടെയൊക്കെ നാട്ടിൽ ഈ സ്പോർട്സ് ക്ലബ്ബുകളും പല ക്ലബ്ബുകളും ഉണ്ട്. അവർ പരിപാടി നടത്തി കഴിഞ്ഞിട്ട് അവസാനം അവരോട് ചോദിക്കുകയാണ് കണക്ക് എന്തായെന്ന് വെച്ചാൽ ചോദിക്കും വരവുക മൈനസ് ചെലവുക = ഇല്ലക എന്ന് പറയും. ഇനി അതിനപ്പുറം ആരെങ്കിലും ചോദിച്ചാൽ അപ്പം ബഹളം ഉണ്ടാക്കും. ആ അവസ്ഥയിലല്ലേ പിണറായി വിജയൻ? കേരളത്തിലെ ജനങ്ങളെടുത്ത് നിന്ന് കേരളത്തിന്റെ ഭരണത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് അനധികൃത പിരിവ് നടത്തിയിട്ട്, അനധികൃത പിരിവ് എന്തായിരുന്നു ഓർഡർ? റെസീപ്റ്റ് കുറ്റി പോലും അടിക്കണ്ട, നിങ്ങൾ പോയി പണം പിരിച്ചോളാനാണ് പറഞ്ഞത്. അങ്ങനെ റെസീപ്റ്റ് കുറ്റി പോലും അടിക്കാതെ യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ കേരളത്തിന്റെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് മുഴുവൻ പിരിവ് നടത്തിയിട്ട് അതിന് കണക്ക് ചോദിച്ചാൽ അപ്പൊ തന്നെ മറ്റേ സ്പോർട്സ് ക്ലബിലെ ആൾക്കാർ പറയുന്ന പള്ളു പറഞ്ഞാൽ നടക്കുവോ? എന്തൊരു അവസ്ഥയാണ് കേരളത്തിന്റെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ചരിത്രത്തിലെ വലിയ സംഭവം, ചരിത്രത്തിലെ സംഭവമാണ്. ഈ സംസ്ഥാനത്ത് ഇത്രമാത്രം വലിയ ധനപ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ആ ഖജനാവ് പൂട്ടിയിട്ട് 44 ദിവസം, 36 ദിവസം ആയിക്കോട്ടെ, 36 ദിവസം ഒരു മന്ത്രിസഭ കേരളത്തിന്റെ തലസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് ഭരണത്തെ നിർജീവമാക്കിയത് ചരിത്രത്തിലാദ്യമാണ്. മാധുവിന് അറിയാമോ, ഡിസംബർ അവസാനം കഴിഞ്ഞു, ഇനി ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസമുള്ളൂ. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതുവരെയുള്ള പദ്ധതി ചെലവ് 28.81%. 28.81% തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ സാധാരണക്കാരായ മനുഷ്യർക്കുള്ള ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ ഉള്ള വികസനത്തിൻ്റെ അവരുടെ ലൈഫ് ഭവന പദ്ധതിയുടെ പണം, അവർക്കുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പണം, വികലാംഗർക്കുള്ള പെൻഷൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള മുഴുവൻ സംവിധാനവും ഇവിടെ കൊടുക്കാൻ കഴിയാതെ 28.81% നിൽക്കുമ്പോഴാണ് MP രാജേഷ് എന്ന് പറഞ്ഞ മന്ത്രി ഈ ഇതിനകത്തൊക്കെ എവിടെയെങ്കിലും ഒരിടത്ത് പോയിട്ട് സ്വാഗതമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ പ്രസംഗിക്കാൻ വേണ്ടി മാത്രം ഈ ബസ്സിൽ കിടന്ന് ഊരി ചുറ്റിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാവുള്ളൂ ഇത്രയും നിരുത്തരവാദപരമായിട്ട് ഒരു സംസ്ഥാനത്തെ ഭരണ നേതൃത്വം ഇത്രയും നിരുത്തരവാദമായിട്ട് വെറുതെ എന്താ പറയുക വിധിക്ക് സംസ്ഥാനത്തെ വിട്ടുകൊണ്ട് ഇത്തരത്തിൽ നടത്തിയ ആഭാസം. ഇനി ആർക്ക് ഇതിനകത്ത് നേട്ടം ഉണ്ടായത്? ഹസ്കറിന് ഇവിടെ നിന്ന് 1, 2, 3, 4, 5 എണ്ണി ആർക്കെങ്കിലും ഇതിനകത്തുണ്ടായ നേട്ടത്തെക്കുറിച്ച് പറയാമോ? ലൈഫ് ഭവന പദ്ധതി വീട് കിട്ടാത്തവനെ സംബന്ധിച്ച് അവൻ കൊടുത്ത പരാതിക്ക് മറുപടി കൊടുത്തു, നിങ്ങൾ ഗ്രാമസഭയിൽ പോകാനാണെങ്കിൽ അവൻ ഈ പോയിട്ട് അവിടെ പോയി നവകേരള സദസ്സിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചതിൽ പലയിടത്തും മാനദണ്ഡങ്ങൾക്കുള്ള പ്രശ്നം കാരണം ഉണ്ടായ ചട്ടങ്ങളിൽപ്പെട്ടവർ അവരെടുത്ത് പറഞ്ഞു വീണ്ടും പഞ്ചായത്ത് സെക്രട്ടറി മുന്നിലേക്ക് പോകാൻ പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുന്നിൽ വർഷങ്ങളായിട്ട് കയറി നടന്നിട്ട് അതും നടക്കാതെ വന്നിട്ട് ഇവിടെ പോയി എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് നോക്കി പോയവരാണ്. അവരെ എല്ലാം തിരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് വിടുകയാണ്. ഒരു ജാമ്യം എടുത്ത് ജപ്തി നടപടി നേരിടുന്ന ഒരാൾ കൊടുത്ത പരാതിയുടെ വാർത്ത നമ്മൾ ഇന്നലെ കണ്ടു. 3,97,000 രൂപ കൊണ്ട് അടക്കിനടുത്ത് 500 രൂപ കുറച്ചു കൊടുത്തു. അയാൾ പറയാ എൻ്റെ ശമ്പളം ഒരു ദിവസത്തെ പണി 1,000 രൂപ കിട്ടുമായിരുന്നു, അത് കളഞ്ഞിട്ടാണ് ഞാൻ ഇതിന് പോയത് ഇല്ലേ? എന്നിട്ട് അത്തരത്തിൽ കൊണ്ടുവന്ന പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പിനെ പറ്റി വലിയ വിവാദം ഉണ്ടായിരുന്നു. അതിനു മുൻപ് കേരളീയത്തിനും ഉണ്ടായിരുന്നു. കേരളീയത്തിന്റെ കണക്ക് ചോദിച്ച സമയത്ത് മുഖ്യമന്ത്രി അടക്കം കണക്കൊക്കെ അതാത് സമയത്ത് വരും എന്നുള്ളതായിരുന്നു. എനിക്ക് ഓർക്കുന്നത് IB സതീഷ് അതിന്റെ സംഘാടകനായിരുന്നു. അദ്ദേഹവും പറഞ്ഞത് കണക്കൊക്കെ കൃത്യമായി വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നാണ് അദ്ദേഹം ഒരു ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എത്ര പണത്തിന്റെ കണക്ക് കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കണക്ക് ചോദിക്കുന്നതിന്റെ ഖ്യാതി ഇടിച്ചു കളയാനാണ് എന്ന് പറഞ്ഞാൽ ഈ പണം ചെലവാകുന്നത് ഖജനാവിൽ നിന്ന് കൂടിയാണല്ലോ. ആ പണത്തിന്റെ കണക്ക് ജനങ്ങൾ അറിയേണ്ടതല്ലേ? നമ്മൾ ഈ വിവരാവകാശത്തിന്റെ ഒക്കെ വലിയ വക്താക്കളല്ലേ ശ്രീ BN ഹസ്കർ? മധു, കണക്ക് ചോദിക്കുമ്പോൾ അതിൽ കണക്ക് പറയുന്നില്ല എന്നുള്ള ഒരു വലിയൊരു രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് ശരിയല്ല. കണക്കുകളെല്ലാം വരും, ഒരു സംശയം വേണ്ട. കേരളത്തെ സംബന്ധിച്ചാണെങ്കിലും നവകേരള സദസ്സിനെ സംബന്ധിച്ചാണെങ്കിലും കണക്കുകൾ വരും. പിന്നീട് മറ്റൊരു കാര്യം ബോധ്യപ്പെടേണ്ടത്, നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് 1 രൂപയുടെ പോലും ചിലവ് നവകേരള സദസ്സിന് ഉണ്ടായിട്ടില്ല.
പൊതുഖജനാവിൽ നിന്ന് 1 രൂപയുടെ ചെലവ് നവകേരള സദസ്സിന് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നവകേരള സദസ്സിന്റെ സാമ്പത്തിക സ്രോതസ് എന്നൊരു വലിയ സംശയം നിങ്ങൾക്കുണ്ടാവും. ഒരു മിനിറ്റ്, അല്ലല്ല, അത് പറയാം. നമുക്ക് നവകേരളവുമായി ബന്ധപ്പെട്ട ആ പ്രശ്നം വരാം. അതിൽ എനിക്ക് തർക്കവുമുണ്ട് ശ്രീ ബി എൻ ഹസ്കർ. പക്ഷേ അതവിടെ നിൽക്കട്ടെ. കേരളവുമായി ബന്ധപ്പെട്ട ചെലവുകൾ കൃത്യമായി അതിപ്പോൾ കഴിഞ്ഞിട്ട് കുറെ ഏറെ നാളുകളായല്ലോ. അതുമായി ബന്ധപ്പെട്ട കണക്ക് എന്തുകൊണ്ടായിരിക്കും പുറത്തുവിടാത്തത്? ഓഡിറ്റിംഗ് നടക്കുന്നേ ഉള്ളൂ. അതിന്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച തുകകളെ സംബന്ധിച്ച് വളരെ കൃത്യമായ കണക്കുകൾ ഉണ്ടെന്നേ. ശരി, ഓഡിറ്റിംഗ് നടക്കുന്നതേ ഉള്ളൂ എന്നത് നല്ലൊരു ഉത്തരമാണ്. പക്ഷെ എന്നിരുന്നാലും ആ കണക്ക് എപ്പോൾ പുറത്തുവിടുമെന്നത് സംബന്ധിച്ച് പ്രതിപക്ഷമാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. ആ സമയത്ത് സ്വാഭാവികമായും ഞങ്ങൾ അത് ഓഡിറ്റ് നടത്തുന്നുണ്ട്, അത് ഈ സമയത്ത് പുറത്തുവിടും എന്നൊരു മറുപടി പറഞ്ഞാൽ മാനമൊന്നും ഇടിഞ്ഞു വീടില്ലല്ലോ. അങ്ങനെയല്ല മധു, ഇതിൽ കൃത്യമായിട്ട് കണക്കുകളുണ്ട്. ആ കണക്കുകൾ വരവും ചെലവിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യങ്ങളും ഉണ്ട്. നമുക്കല്ലാതെ ഒന്നും കണ്ണടച്ച് നമുക്കങ്ങ് ഇരുട്ടാക്കാനാവില്ലല്ലോ. സ്വാഭാവികമായിട്ട് ആ കണക്കുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഓഡിറ്റിംഗ് നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളീയത്തെ സംബന്ധിച്ചുള്ള ഓഡിറ്റിംഗ് നടക്കുന്നു. ആ ഓഡിറ്റിംഗ് പ്രോസസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കൃത്യമായി അത് പൊതുമണ്ഡലത്തിൽ വരും. കാര്യം ഒരു സംശയം വേണ്ട. കാര്യം നമ്മൾ വിവരാവകാശമുള്ള ഒരു ജനതയാണ്. നമുക്ക് അങ്ങനെ ഒന്നും ഒളിച്ചു വെക്കാനാവില്ല. ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലെന്നേ. അങ്ങനെ പറയാൻ കഴിയുമോ ശ്രീ ബി എൻ ഹസ്കർ? അതായത് സ്പോൺസർഷിപ്പിലൂടെ ഏതാണ്ട് 10,72,00,000 രൂപ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ആ വിവരം ഭാഗികമാണ്. ആരിൽ നിന്നൊക്കെയാണ് ആ സ്പോൺസർഷിപ്പ് വിവരങ്ങൾ എന്നത് ഓഡിറ്റ് ചെയ്യേണ്ടതില്ലല്ലോ. ഈ 10 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഉറപ്പായും ആ ഷീറ്റിന്റെ അപ്പുറത്തെ കോളത്തിൽ അത് എവിടെ നിന്ന് സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന പേര് വിവരം കൂടി ഉണ്ടാകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു വിവരം പുറത്തറിയേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? ചില പരിപാടികൾ സ്പോൺസർ ചെയ്ത സ്പോൺസർമാർക്ക് അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരാതിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ പേര് വെക്കാൻ ആഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ വരാൻ ആഗ്രഹമില്ലാത്ത വ്യക്തികളും ഇത്തരം പരിപാടികൾക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടാവും, സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അതെല്ലാം അവരുമായി ഒരു കമ്മ്യൂണിക്കേഷന്റെ കൂടി സാധ്യതകൾ ഇനിയും മാത്രമായിരിക്കുമോ സ്പോൺസർഷിപ്പ് പട്ടികയിലുള്ളത്? ഒരാൾക്കെങ്കിലും താൻ കേരളത്തിന്റെ ഈ പറയുന്ന സാംസ്കാരിക തനിമയ്ക്ക് വേണ്ടി കേരളം എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഈ പരിപാടിക്ക് ഒരു സ്പോൺസർ ആയിരുന്നു എന്ന് ലോകം അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാകില്ലേ? ഒരാളുടെയെങ്കിലും പേര് ആ ലിസ്റ്റിൽ ഉണ്ടാകില്ലേ? അല്ല, ഇത് കൃത്യമായിട്ട് തന്ന മുഴുവൻ അക്കൗണ്ടിങ് പ്രോസസ്സിലൂടെയാണല്ലോ തന്നിട്ടുള്ളത്. അല്ലാതെ ഇതൊന്നും കണക്കില്ലാതെ വാങ്ങിയിട്ടുള്ളതോ കണക്കില്ലാതെ ചെലവാക്കിയിട്ടുള്ളതോ അല്ല. ഒരു പൊതു സ്ഥാപനം പൊതു രീതിയിൽ നടത്തുന്ന ഒരു പൊതുപരിപാടിയെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകളുണ്ട്. ലഭിച്ച പണത്തെയും ലഭിച്ച സ്പോൺസർഷിപ്പിനെയും, ഇപ്പോൾ സ്റ്റേജിനെ സംബന്ധിച്ചാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ജർമ്മൻ ടെന്റ് കെട്ടുന്നതിനെ സംബന്ധിച്ചാണെങ്കിലോ ലഭിച്ചിട്ടുള്ള സ്പോൺസർഷിപ്പ് അത് കൃത്യമായി കണക്കുണ്ടെന്നേ. ആ കണക്ക് അല്പം കൂടി അങ്ങ് സാവകാശത്തോടുകൂടി ഒന്ന് ക്ഷമയോട് കാത്തിരിക്കൂ. ആ കണക്കുകൾ പൊതുമണ്ഡലത്തിൽ ആ കണക്ക് പുറത്തു വരേണ്ടതുണ്ട്. സർക്കാരിന് അതിന്റെ കൃത്യമായ രീതി ഉണ്ടെങ്കിൽ അത് അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട്. അതൊരു സാങ്കേതികമായ കാര്യമായതുകൊണ്ട്. പക്ഷേ അത് എന്ന് പുറത്തുവിടും എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്കോ നൽകേണ്ടതുണ്ട്. ഇപ്പോൾ വിവരാവകാശത്തിന് പോകുമ്പോൾ തന്നെ പലയിടത്തുള്ള തട്ടിക്കളി നമുക്ക് ദൃശ്യമാണ്. ഞങ്ങളുടെ പക്കൽ വിവരമില്ല എന്ന് നികുതി വകുപ്പ് പറയുന്നു, മറ്റൊരു മേഖലയിലേക്ക് ചെല്ലുന്നു, അവിടെ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പറയുന്നു. ഇങ്ങനെ ഒരു 100 വിവരാവകാശം കൊടുത്തതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഈ പറയുന്ന 10 കോടിയുടെ വിവരമെങ്കിലും മാതൃഭൂമി ന്യൂസിന് ലഭ്യമായത്. അത് ആരാണ് എന്ന് വ്യക്തമാകുന്നുമില്ല. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ രാജു പി നായർ, എങ്കിലും ഈ വിശാല മനസ്കരെ മാത്രം കണ്ടെത്തിയത് എങ്ങനെയായിരിക്കും? തങ്ങളുടെ പേര് പുറത്തറിയേണ്ടതില്ല എന്ന നിലപാടുള്ളവരെ മാത്രം? അതെ, വിശാല മനസ്കരെ കണ്ടെത്തിയത് ക്വാറിയുടെ വേണയുടെയും അത് തന്നെ സ്വർണ്ണക്കടകളിലും GST ഇന്റലിജൻസിന്റെ മേധാവി പോയിട്ട് പിരിവ് നടത്തി. അപ്പൊ എങ്ങനെ അവർക്ക് പറയാൻ പറ്റും? മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാനത്ത് നികുതി വെട്ടിപ്പ് നടക്കുന്നവര് ഗോൾഡും അതുപോലെ തന്നെ ബാറുകളും ക്വാറികളുമാണ്. അവരുടെ അടുത്ത് ഈ നികുതി പിരിക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ പോയിട്ടാണ് പിരിവ് നടത്തിയത്. അവിടെ നിന്ന് മേടിച്ച് നിങ്ങൾക്ക് ഇത്ര ബാധ്യത ഉണ്ട്, എന്നാൽ ഇത്ര തന്നേക്ക് എന്ന് പറഞ്ഞെടുത്ത് ഈ പണം അവർക്ക് വൈറ്റായിട്ട് പോലും കാണിക്കാൻ പറ്റാത്തടത്ത്, അല്ലെങ്കിൽ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഇടുന്നൊന്നും അല്ലല്ലോ. അമ്പലത്തിൽ കാണിക്കേണ്ടതും അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു മനുഷ്യന് വീട് വെച്ച് കൊടുത്തിട്ട് അവൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ പേര് വരണ്ടെന്ന് പറയുന്നല്ലോ. സർക്കാരിൻ്റെ പരിപാടി കൊടുത്തതല്ലേ. സർക്കാരിൻ്റെ പരിപാടി കൊടുക്കുന്നതിന് പറയാൻ പറ്റാത്ത കള്ളപ്പണമുള്ളതുകൊണ്ട്. അപ്പൊ കള്ളപ്പണക്കാരുടെ പണം കൊണ്ട് നടത്തിയ ദൂർത്താണ് ഈ കണ്ടത്. അങ്ങ് കുറച്ചു മുൻപ് പറഞ്ഞു, ഞാനും ആ ഓർഡർ കണ്ടതാണ്. രസീത് വെച്ച് പിടിക്കേണ്ടതില്ല എന്ന തീരുമാനം നടപ്പിലാക്കിയ ഒരു പരിപാടിക്ക് എങ്ങനെയാണ് കണക്കുണ്ടാവുക? അതെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് തന്നെയാണ് ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. GSTയുടെ നികുതി പിരിക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥനെ കൊണ്ട് നികുതി വെട്ടിപ്പുകാരിൽ നിന്നും പണം പിരിച്ചാൽ അതെങ്ങനെ കണക്കിൽപ്പെടുത്തും മാധു? വളരെ സിമ്പിൾ അല്ലേ? ഞാൻ 100 കോടി രൂപയുടെ ഞാൻ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അത് എൻ്റെ അടുത്തുനിന്ന് പിരിക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ 100 കോടിയുടെ നികുതി വെട്ടിച്ചിട്ടുണ്ട്,
അതുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു 10 കോടി കൊടുത്തോളുക, അതല്ലെങ്കിൽ 100 കോടിയുടെ കേസ് നിങ്ങൾക്കെതിരെ ഇടാൻ പോവാണ്. ഞാൻ ആ 10 കോടി കൊടുത്താൽ എനിക്ക് ഇൻകം ടാക്സിൻ്റെയോ മറ്റേതെങ്കിലും കണക്കിൽ കാണിക്കാൻ സാധിക്കുമോ? അപ്പം ഞാൻ ബ്ലാക്ക് അല്ലേ കൊടുക്കുന്നത്? ആ ബ്ലാക്കിന്റെ പണം പിരിക്കാൻ വേണ്ടിയല്ലേ രസീത് പോലും വേണ്ടാന്ന് ഒരു സർക്കാർ ഉത്തരവിറക്കിയത്? ഇത്രയും നാണം കെട്ടൊരു സർക്കാർ വേറെയുണ്ടോ? രസീത് വേണ്ട, ഞങ്ങൾ സർക്കാരിന്റെ പേരിൽ പണം പിരിക്കുന്നതിന് റെസിപ്റ്റ് വേണ്ട എന്ന് പറഞ്ഞാൽ ജനങ്ങളോടോ ഈ രാജ്യത്തെ ഭരണഘടനയോടോ അല്പമെങ്കിലും ബാധ്യതയുള്ളൊരു സർക്കാർ ഇറക്കാൻ കഴിയുന്ന ഉത്തരവാണോ? അപ്പൊ കള്ളപ്പണം പിരിക്കാൻ വേണ്ടി അത് CPM-ന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഹസ്കറിന്റെ ക്യാപ്സ്യൂള് മികച്ച ക്യാപ്സ്യൂളാണ്. ഈ വർഷത്തെ ഏറ്റവും മികച്ച ക്യാപ്സ്യൂളിന് അവാർഡ് കൊടുക്കണം. ഏത് ഓഡിറ്റിന് വിട്ടു, അതുകൊണ്ട് കണക്കില്ല. പക്ഷെ ഹസ്കറെ പ്രശ്നമുണ്ട്. പ്രശ്നം സർക്കാർ ഇത് പറയുന്നില്ല. നേരത്തെ ഇവിടെ മാധു സൂചിപ്പിച്ച പോലെ വിവരാവകാശ രേഖ കൊടുത്തപ്പോൾ സർക്കാർ ഈ കണക്കുകൾ ഓഡിറ്റിന് കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഇത്ര നാളുകൾക്കുള്ളിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നു അല്ല പറഞ്ഞത്. കണക്കുകളെ ലഭ്യമല്ലെന്നാ പറഞ്ഞത്. കണക്കുകൾ ലഭ്യമല്ല എന്നാ പറഞ്ഞത്. ഏത് 27.14 കോടി രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്നെടുത്ത പണമാണ്. ഹസ്കർ തെറ്റിദ്ധരിപ്പിക്കരുത്. സാധാരണ ജനങ്ങളിൽ നിന്ന് പിരിച്ചത് അതിന് പുറമെയാണ്. 27 കോടി രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എടുത്ത പണത്തിന് ഈ നികുതി വകുപ്പ്, ധനകാര്യ വകുപ്പ്, സാംസ്കാരിക വകുപ്പ്, വ്യവസായ വകുപ്പ്, പബ്ലിക് റിലേഷൻ വകുപ്പ്, വിനോദസഞ്ചാര വകുപ്പ്, ഇത്രയും പേരെടുത്ത് വിവരാവകാശ പ്രകാരം മാതൃഭൂമി പ്രസിദ്ധീകരിച്ച വാർത്തയിൽ ഉള്ളതാണ്. ഇത്രയും പേരെടുത്ത് കൊടുത്തിട്ട് ഹസ്കർ പറഞ്ഞ ക്യാപ്സ്യൂൾ സർക്കാർ പറഞ്ഞില്ല. ഹസ്കറെ അപഹാസ്യനാവണോ ഇങ്ങനെ? ഹസ്കറിന്റെ ക്യാപ്സ്യൂൾ അല്ല അവര് പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിൽ യാതൊരു കണക്കുമില്ല എന്നാ പറഞ്ഞത്. എന്തിനാ ഹസ്കർ? അങ്ങൊരു ഇടതുപക്ഷ നിരീക്ഷകനും ഒരു ഇടതുപക്ഷ മൂല്യത്തിലൊക്കെ നിൽക്കുന്നവരല്ലേ? ഇമ്മാതിരി തീവെട്ടിക്കൊള്ളേക്ക് സ്വന്തം വിശ്വാസതകൾ കളഞ്ഞ് ഇത്തരത്തിലുള്ള വാദങ്ങൾ നിരത്തേണ്ട കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവിടെ മുഴുവനായിട്ട് നടന്നു. പിന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാധു, പരാതി പറയാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവന്ന ജനങ്ങൾ, ആ ജനങ്ങളെ കാണിച്ചുകൊണ്ട് അത് തന്നെ 25,000 എന്നൊക്കെയാണ് കേട്ടോ. മാധു ഒന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിന്റെ 140 നിയോജക മണ്ഡലങ്ങളിൽ സ്കൂളുകളിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തിയത്. 25,000 പേർക്ക് ഇത്രയും ആർഭാടപൂർവ്വമുള്ള ഒരു സ്റ്റേജ് വിട്ട് കഴിഞ്ഞാൽ എത്ര പേർക്ക് ഇരിക്കാൻ സാധിക്കും എന്നുള്ള വളരെ കൃത്യമായിട്ട് അറിയാം. ഹസ്കറിനെ രണ്ടാമത് ഞാൻ തൃപ്പൂണിത്തുറയിലേക്ക് ക്ഷണിക്കുകയാണ്. പുതിയകാവ് മൈതാനത്താണ് ഇതിന് സ്റ്റേജ് ഇട്ടിരിക്കുന്നത്. അങ്ങേ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ആ പരിപാടിക്ക് വരാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ വരുന്നില്ല. പക്ഷേ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ആ പന്തലിനകത്ത് എത്ര പേരെ കൊള്ളും എന്നൊന്ന് നോക്കാം. ഈ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പറയുന്ന പോലത്തെ കണക്കൊക്കെ വന്നിട്ട് സർക്കാർ പരിപാടിക്ക് പറയണോ? അതും പരാതിക്കാരുടെ എണ്ണം വെച്ച്. എന്നിട്ട് ആ പരാതിക്കാരുടെ എണ്ണം വെച്ച് ഒരു ജനകീയ സർക്കാർ പറയാണ് എണ്ണാമെങ്കിൽ എണ്ണിക്കുമെന്ന്, ഇല്ലേ? എന്നിട്ട് അങ്ങനെ എണ്ണാമെങ്കിൽ എണ്ണിക്കുമെന്ന് വന്ന പരാതി നേരത്തെ പറഞ്ഞു. നമ്മൾ കേരളത്തിന്റെ കണക്കുമായി ബന്ധപ്പെട്ടാണ് കുറച്ചു നേരം സംസാരിച്ചത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഒരു പൈസ പോലും ചിലവാക്കുന്നില്ല, അല്ലെങ്കിൽ നികുതി പണത്തിൽ നിന്ന് ചിലവാക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് എടുക്കുന്നുണ്ട്. അത് ജനത്തിന്റെ നികുതി പണം തന്നെയാണ്. മാത്രമല്ല അത് ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പണം കൂടിയാണ്. ആ പണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതും അതിന്റെ ചെലവിന്റെ കണക്ക് ജനങ്ങൾക്ക് അറിയേണ്ടതുമാണ്. അതങ്ങനെ കണ്ണടച്ച് കളയാൻ കഴിയുന്ന ഒന്നാണോ? ഇപ്പോ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പലതും കൃത്യമായി തനത് ഫണ്ടിൽ നിന്ന് തുക സംഭാവനയായി നൽകിയിട്ടുണ്ട്. ആ കൊടുത്ത തുക വിനിയോഗിക്കുന്നതിന് സർക്കാർ സംവിധാനത്തിൽ തന്നെയാണ് അതിന്റെ കൺവീനർമാരായിട്ട് എല്ലാ നിയോജക മണ്ഡലത്തിലും കൺവീനർമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതാത് സ്ഥലത്തെ ADMO, RDO, ഡെപ്യൂട്ടി കളക്ടർമാരോ ആണ്. അവരാണ് ഈ തുകകൾ ചെലവഴിച്ചത്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവോ LDF-ന്റെ നേതാവോ തുക ചെലവഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നവകേരള സദസ്സിനെ കുറിച്ചാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ളതാണല്ലോ സർക്കാരിന്റെ തന്നെ വാദം. അപ്പൊ പിന്നെ ആ വാദം വീണ്ടും എടുത്ത് പ്രയോഗിക്കുന്നതിന് അർത്ഥമില്ല എന്ന് തോന്നുന്നു. ഈ പ്ലാൻ ഫണ്ടിൽ നിന്നൊക്കെയുള്ള പണം എടുത്ത് ചെലവഴിക്കുമ്പോൾ അതിന്റെ കണക്ക് ജനം ചോദിക്കുമല്ലോ. ഈ 27 കോടി സർക്കാർ പറയൂ ആ കണക്ക് തുക വാങ്ങിയതും ചിലവഴിച്ചതും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അതാത് മണ്ഡലങ്ങളിലെ ഡെപ്യൂട്ടി കളക്ടർമാരെ ചുമതലപ്പെടുത്തി കൺവീനർമാരായി അവരാണ് അതിന്റെ ഫിനാൻസ് കൺട്രോൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് അതിനെല്ലാം കണക്കുണ്ടെന്നേ. മാത്രമല്ല നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഉദാഹരണത്തിന് പ്രചരണത്തിന് ആവശ്യമായിട്ടുള്ള ബോർഡുകൾ വെക്കുന്നത് ചില സ്ഥലങ്ങളിൽ 10ഓ 15ഓ അവിടുത്തെ പ്രദേശത്തെ ഒരു വ്യവസായ സ്ഥാപനം അല്ലെങ്കിൽ ഒരു വാണിജ്യ സ്ഥാപനം അവരാണ് അത്തരത്തിൽ പല സ്ഥലത്തും വെച്ചിട്ടുള്ളത്. അതുപോലെ സംഘടനകൾ, സർക്കാരിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലിടങ്ങളിലെ സംഘടനകൾ, ഇവരൊക്കെയാണ് ഈ പരസ്യ ബോർഡുകളൊക്കെ വെച്ചിട്ടുള്ളത്. ഞാൻ കണ്ടതല്ലേ, നമ്മളെല്ലാം കണ്ണു തുറന്ന് ഓരോ സ്ഥലത്തും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ട് കണക്കുണ്ടെന്നേ. കണക്കില്ല എന്ന് പറയുന്നത് ഈ
പരിപാടിയുടെ ഇനി ഏതെങ്കിലും തരത്തിൽ അതിനെ അപമാനിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഓക്കെ, ശ്രീ ബി എൻ ഹസ്കർ, എനിക്ക് അതിലൊരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. ശ്രീ രാജു പി നായരിലേക്കും അതിനു മുൻപ് ഒരിടവേള എടുത്തു വരാം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ ബി എൻ ഹസ്കർ, ശ്രീ രാജു പി നായർ നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ സർക്കാർ എന്തുകൊണ്ടാണ് ഈ നിലപാടെടുക്കാത്തതെന്ന്. അത് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, വരവ് ചെലവ് കണക്കുകൾ കണക്ക് കൂട്ടുന്നുണ്ട്, അതിനുശേഷം വിവരങ്ങൾ ലഭ്യമാക്കുമെന്നല്ല സർക്കാർ പറയുന്നത്. പകരം ചില വകുപ്പുകളിൽ വിവരങ്ങളില്ല, ചിലയിടങ്ങളിൽ ഭാഗികമായ വിവരമുണ്ട്, അത് പലതും നൽകുന്നുണ്ട്. അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അതിനൊരു ക്രോഡീകരിച്ച രൂപം ഇല്ലാതെ പോകുന്നത്? മധു, ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ മണ്ഡലത്തെ, ഇപ്പൊ കേരളീയത്തെ സംബന്ധിച്ചിടത്തോളം ചെലവഴിച്ചിട്ടുള്ള തുകകളെ സംബന്ധിച്ച് അത് വ്യത്യസ്ത സബ് കമ്മിറ്റികളാണ് ചെലവഴിച്ചിട്ടുള്ളത്. അപ്പൊ ആ വ്യത്യസ്തമായ സബ് കമ്മിറ്റികളിൽ നിന്ന് ക്രോഡീകരിച്ച് ധനവകുപ്പിലേക്ക് എത്തുന്നതിന്റെ കാലതാമസം ഇക്കാര്യത്തിലുണ്ട്. അപ്പൊ സ്വാഭാവികമായും അതുകൊണ്ടാണ് ഏക സ്ഥലത്തു നിന്ന് ഏകജാലകത്തിൽ നിന്ന് നമുക്ക് ആ കണക്കുകളുടെ ലഭ്യത ഇല്ലാതെ വരുന്നത് ഈ അടുത്ത ഘട്ടങ്ങളിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും, ഇത് എത്ര ദിവസത്തിനുള്ളിൽ? വളരെ വൈകാതെ തന്നെ. ഒരു സെക്കൻഡ് ഹസ്കർ ഒന്ന് വഴങ്ങുമോ? ശ്രീ ഹസ്കർ ഒന്ന് വഴങ്ങുമോ? പറഞ്ഞോളൂ. നവകേരള സദസ്സിന്റെ അല്ല, കേരളീയത്തിന്റെയാണ് ചോദിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രം നടക്കുന്ന പരിപാടിയാണ്. അങ്ങ് രണ്ടുമായിട്ട് തെറ്റിദ്ധരിക്കരുത്. നവകേരള സദസ്സിന്റെ വേറെ പറയാം. കേരളീയത്തിന്റെ പൈസയാണ് പറയുന്നത്. നേരത്തെ അങ്ങ് ഓഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞതും സർക്കാർ അങ്ങനെയല്ല എന്ന് പറയുന്നത്. അങ്ങനല്ല, കേരളീയത്തിന്റെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. വ്യത്യസ്ത സബ് കമ്മിറ്റികളാണ് ഓരോ സദസ്സിലും നടത്തിയിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അതിന്റെ കണക്കുകൾ ധനവകുപ്പിലേക്ക് എത്തുന്നതിന് കാലതാമസമുണ്ട്. ആ കാലതാമസമാണ് നിങ്ങൾക്ക് ഏകജാലകത്തിലൂടെ അതിന്റെ കണക്കുകൾ ലഭ്യമാകുന്നതിനുള്ള കാലതാമസമായി വരുന്നത്. ആ ഓഡിറ്റിംഗ് പ്രോസസ് ഒന്ന് കഴിയട്ടെന്നേ. ആ ഓഡിറ്റിംഗ് പ്രോസസ് ഒന്ന് കഴിയുമ്പോൾ ഇപ്പൊ ഒരു മാസം ഒന്നൊന്നര മാസത്തിലധികമേ ആവുന്നുള്ളൂ. സ്വാഭാവികമായ കണക്കുകൾ, അതിന്റെ വൗച്ചറുകൾ മൊത്തം ലഭിക്കേണ്ട സാഹചര്യമുണ്ട്. അവിടെ ശ്രീ രാജു പി നായർ നേരത്തെ ചോദിച്ചു, എങ്ങനെയാണ് ഈ പറയുന്ന രസീതുകൾ ഇല്ലാതെ പിരിച്ച തുകയ്ക്ക് കണക്കുണ്ടാകുന്നത്? ആ കണക്കിനെ വിശ്വസിക്കേണ്ട എന്തു ബാധ്യതയാണ് നമുക്കുള്ളത്? നമ്മളുടെ മുന്നിൽ കൃത്യമായി ഈ പറയുന്ന ഓഡിറ്റിങ്ങിന് കൊണ്ടുപോകുന്ന സമയത്ത് രസീതുകളടക്കം ഞങ്ങൾ ഇത്ര പണം ഇന്നയാളിൽ നിന്ന് പിരിച്ചു എന്ന് പറഞ്ഞു വെക്കുന്ന കണക്കിനെയും, ഞങ്ങൾ ഇത്ര പണം മൊത്തത്തിൽ പിരിച്ചു എന്ന വാക്കാൽ പറയുന്ന കണക്കിനെയും വിശ്വസിക്കേണ്ട എന്ത് ബാധ്യതയാണ് നമുക്കുള്ളത്? മാധു, ഞാൻ മനസ്സിലാക്കുന്നത് കേരളീയത്തിൽ എല്ലാ പരിപാടികൾക്കും കൃത്യമായി സ്പോൺസർഷിപ്പ് ആയിരുന്നു. സ്വാഭാവികമായി സ്റ്റേജിനും മൈക്കിനും സൗണ്ടിനും ലൈറ്റ്സിനും ഒക്കെ അങ്ങനെ ഓരോ വ്യത്യസ്തമായ സ്പോൺസർമാരാണ് ഓരോ വേദിയിലും ഉണ്ടായിരുന്നത്. ആ വേദികൾക്കനുസൃതമായി സ്പോൺസർമാർ ചെയ്തിട്ടുള്ളതിന്റെ കണക്കുകളാണ്. അതാണ് ഈ കാലതാമസം വരാനുള്ള ഒരു കാരണം അത് ഈവന്റ് മാനേജ്മെന്റ് കമ്പനികൾക്കോ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ ടീമുകൾക്കോ ഒക്കെ നൽകിയിട്ടുള്ളത് സ്പോൺസർമാരാണ്. അപ്പൊ സ്പോൺസർമാർ നൽകിയിട്ടുള്ള തുകയെ സംബന്ധിച്ച് അതിന്റെ രസീതുകൾ അവർക്ക് ലഭിച്ച് അതിന്റെ ട്രൂ കോപ്പി ആണ് ഗവൺമെന്റ് ലഭിക്കേണ്ടത്, കേരളത്തിന്റെ സംഘാടക സമിതിക്ക് ലഭിക്കേണ്ടത്. അതിൽ ലഭിക്കുന്നതിനുള്ള ഒരു കാലതാമസമായി ഇപ്പോൾ ഉള്ളത്. അതിന്റെ ഓഡിറ്റിംഗ് ഇപ്പൊ നടക്കുന്നത്. ആ വൗച്ചറുകളെ സംബന്ധിച്ചും അതിന് ചെലവഴിച്ചിട്ടുള്ള തുകകളെ സംബന്ധിച്ചും ഒക്കെ ഉള്ള ഓഡിറ്റിംഗ് ഇപ്പൊ നടക്കുന്നത്. ആ കാലതാമസം പറയുന്നത് പണമായുള്ള സ്പോൺസർഷിപ്പ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത്, പണം സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണോ? അങ്ങനെയല്ല, പണവും സ്വീകരിച്ചിട്ടുണ്ടാവാം. അതിന് തെളിവുണ്ടോ? അതിന് രസീതുണ്ടോ? അല്ല, അത് ചിലപ്പോ ചില സ്പോൺസേഴ്സ് പണമായി നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് രസീത് ഉണ്ടാവും, കണക്കുകൾ ഉണ്ടാവും. അത് അക്കൗണ്ടിംഗ് പ്രോസസ്സിലൂടെ അല്ലേ വരുള്ളൂ. അല്ലാതെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം അങ്ങനല്ല. 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ക്യാഷ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായി 2 ലക്ഷം രൂപയുടെ മുകളിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ സ്പോൺസർഷിപ്പ് പണമായി നൽകിയിട്ടുണ്ടെങ്കിൽ അത് അക്കൗണ്ടിലൂടെ അല്ലേ നൽകത്തുള്ളൂ. ആ സംഘാടക സമിതിക്ക് 1 ലക്ഷം രൂപ ഒരു സർക്കാരിന് കൊടുക്കാനാണെങ്കിലും അതിന് കണക്കുണ്ടാവണ്ടേ? അല്ല, ഇത് കൃത്യമായിട്ട് കണക്കുണ്ടാവും. കണക്കില്ല എന്ന് നിങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. കണക്കില്ല എന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന രസീത് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ്. അതിലാണ് പ്രതിപക്ഷം ഏറ്റവും വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. ശ്രീ രാജു പി നായർ, സർക്കാർ സ്വാഭാവികമായും വിവിധ വകുപ്പുകളെ ക്രോഡീകരിച്ചുകൊണ്ട് വിവിധ പരിപാടികൾക്ക്, ഈ പറയുന്ന കേരളീയവുമായി ബന്ധപ്പെട്ട് തന്നെ വിവിധ പരിപാടികൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള തുക, അതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് ക്രോഡീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിനെ ഇത്ര വിമർശന ബുദ്ധിയ, ഇത്ര തിരക്കിൽ കാണേണ്ടതുണ്ടോ എന്നുള്ളതാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഏക ചോദ്യം. അല്ല, അത് നവംബറിൽ കഴിഞ്ഞു. നമ്മൾ സംസാരിക്കുന്ന എവിടെ വെച്ചാ ഈ ഇതിനെ സംബന്ധിച്ചുള്ള കണക്ക്, കേരളീയത്തിന്റെ പിരിവിനെ സംബന്ധിച്ച് കണക്കുകൾ പറഞ്ഞപ്പോൾ അന്ന് മുഖ്യമന്ത്രിയാണോ ഏതൊരു മന്ത്രി, എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരാഴ്ചക്കുള്ളിൽ പൊതുസമൂഹത്തിന് മുമ്പ് കണക്ക് വെക്കൂ എന്നാണ് പറഞ്ഞത്.
ഒരാഴ്ചക്കുള്ളിൽ. ഇനി മാധു മറ്റൊന്ന് മനസ്സിലാക്കുക, സർക്കാർ രംഗത്ത് ഓഡിറ്റിംഗ് നടക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പദ്ധതികളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൻ്റെ മാത്രമായിട്ടുള്ള ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. മറിച്ച് വാർഷികമായിട്ട് നടക്കുന്ന പെർഫോമൻസ് ഓഡിറ്റും ലോക്കൽ ഫണ്ട് ഓഡിറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സാധാരണഗതിയിൽ നടക്കുന്നത്. അങ്ങനെ സാധാരണഗതിയിൽ നടക്കുന്ന ഓഡിറ്റിംഗ് ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ചെയ്യേണ്ട കാര്യമില്ല. അതിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളത്, അതിനകത്ത് രേഖകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞ പല സ്പോൺസർഷിപ്പും ചെയ്തത് ഇവർ സർക്കാരിലേക്ക് എങ്ങനെ പൈസ കിട്ടും? സർക്കാരിലേക്ക് സംഭാവനയായിട്ടല്ല സ്വീകരിച്ചത്, മറിച്ച് ഇവരുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും പലരെയും കണ്ടുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ സർക്കാരിൻ്റെയും CPM-ൻ്റെയും പ്രീതിക്ക് വേണ്ടി നിങ്ങൾ ഇത്ര രൂപ ഇതിന് സംഭാവന ചെയ്യണം എന്നാണ് പറഞ്ഞത്. നവകേരള സദസ്സിലും അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ആ പണം മേടിച്ച് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ നവകേരള സദസ്സിനോ അല്ലെങ്കിൽ കേരളീയത്തിനോ ഞാൻ സ്പോൺസർഷിപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ പണം സർക്കാരിലേക്കല്ലേ മേടിക്കേണ്ടത്, എന്നിട്ട് സർക്കാരല്ലേ ചെലവ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇപ്പൊ ഹസ്കറിന് ഇവിടെ ചോദിച്ചു സ്പോൺസർഷിപ്പ് വരുന്നത് ഇതിലേക്കല്ല, മറ്റേത് സംഭാവനയാണ്. സ്പോൺസർഷിപ്പ് എന്ത് ചെയ്യും? നമ്മൾ പാർട്ടി കമ്മിറ്റികൾ കൂടി ഞങ്ങൾ ഇവിടെ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചാൽ പറയും, ഒരു കാര്യം ചെയ്യും, രാജു മൈക്കിന്റെ കാര്യം രാജു നോക്കിക്കോ, അല്ലെങ്കിൽ ഇന്ന ആള് സ്റ്റേജിന്റെ കാര്യം നോക്കിക്കോ. ഇങ്ങനെയാണോ ഒരു സർക്കാർ പരിപാടി നടത്തുക? അങ്ങനെയാണോ? ഏത് ഒരു രൂപ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് സർക്കാരിലേക്ക് രാഷ്ട്രീയമാണ്. ശ്രീ രാജു രാഷ്ട്രീയമാണ്. ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ പണമായോ മറ്റോ സംഭാവന സ്വീകരിക്കാനൊന്നും അവരുടെ സർവീസ് റൂളിൽ പറയുന്നില്ല. നാളെ ഭരണം മാറിയാൽ ഒരു വിജിലൻസ് അന്വേഷണം വന്നാൽ തൊപ്പി തെറിക്കുമെന്നേ. അതുകൊണ്ടാണ് അന്ന് തെളിവുകൾ ബാക്കി വെക്കാതിരിക്കാൻ വേണ്ടി രസീത് കുറ്റിയൊന്നും പാടില്ല എന്ന തീരുമാനം വന്നിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഫലകവും പ്രശസ്തി പത്രവും ഒക്കെ വാങ്ങിയവർ ഒരുപക്ഷെ വിജിലൻസ് അന്വേഷണം നേരിടേണ്ടി വരും എന്ന ഗതികേട് ഒഴിവാക്കാനായിരിക്കാം. മാധു, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ്, ഒരു കണക്കുമില്ലാതെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് നികുതി വെട്ടിക്കുന്നവരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും പണം മേടിക്കുകയാണ്. ഇപ്പം ഞാൻ പറയാം, എടക്കാട്ടുവേൽ ഗ്രാമപഞ്ചായത്തിൽ UDF ഭരണസമിതിയാണ്. ആ ഭരണസമിതിയുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് അവിടുന്ന് സെക്രട്ടറി നവകേരള സദസ്സിന് പണം കൊടുത്തു. അതിൻ്റെ ബില്ല് ചെന്നെങ്ങനെയാണെന്നറിയോ? ഫ്ലെക്സ് പ്രിന്റ് ചെയ്ത ഒരു സെക്രട്ടറി എടക്കാട്ടുവേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലാണ് ബില്ല് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നവകേരള സദസ്സിന്റെ കോമൺ ഫണ്ടിലേക്ക് ആ പണം വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിതിൽ സംബന്ധിച്ച് ഹസ്കറിന് സംശയം ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ആയിട്ട് തരാം. ഞാനത് വളരെ ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ് ഓരോരുത്തരെ ഏൽപ്പിച്ച് അതിൻ്റെ മറവിൽ വലിയ കൊള്ള നടത്തിയിരിക്കുകയാണ്. ഈ ആൾക്കാരെ മുഴുവൻ CPM-ന്റെ ഏരിയ കമ്മിറ്റികളായിരുന്നു, പലയിടത്തും സെക്രട്ടറിമാരായിരുന്നു, പലയിടത്തും സംഘാടന സമിതിയുടെ ചെയർമാൻമാർ. അവരുൾപ്പെടെ നടന്ന് ഈ പണം പിരിച്ച് യാതൊരു വ്യവസ്ഥയുമില്ലാതെ യാതൊരു കണക്കുമില്ലാതെ ബക്കറ്റ് പിരിവിന്റെ മാതൃകയിൽ ഒരു സർക്കാർ പരിപാടി നടത്തുകയാണ്. ഇത് കൃത്യമായിട്ട് കേരളീയത്തിന് പിന്നാലെ നവകേരളത്തിന് അതുമായി ബന്ധപ്പെട്ട പണച്ചെലവുകളുടെ കണക്ക് ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന് കൃത്യമായ മറുപടി നൽകുക എന്ന് പറയുന്നത് സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ്. കണക്കുകൾ കൃത്യമായി ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ ചോദ്യങ്ങളില്ല എന്നത് മനസ്സിലാക്കി സർക്കാരിനെതിരെ വരുന്ന ആരോപണങ്ങൾ ഫലപ്രദമായി ചെറുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ അതെന്ന് എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്. ഇടവേള.